നമസ്കാരം. ഇതൊരു ഡോക്ടറുടെ ഭാര്യൻ്റെ ലീലാവിലാസങ്ങളാണ്. അതായത് ഈ മലപ്പുറം ജില്ലയിലൊരു പ്രശസ്ത ഹോസ്പിറ്റൽ, അവിടുത്തെ പേര് കേട്ട സർജൻ, അയാൾ വളരെ ഫേമസാണ്. അയാളുടെ ഭാര്യ, അവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒ പി ആണെങ്കിലും ബുക്കിംഗ് കിട്ടണമെങ്കിൽ മാസങ്ങൾ വേണം, അത്ര ബിസിയാണ്. സർജറി ഡേറ്റൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ എമർജൻസി പെട്ടെന്ന് ചെയ്യും. എങ്ങനെ ആയാലും ഇയാൾ വീട്ടിൽ കുറച്ച് ആൾക്കാരെയൊക്കെ പരിശോധിക്കും. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നാൽ എങ്ങനെ ആയാലും ഒ പി ആയാലും സർജറി ആയാലും ഒരു ദിവസം ഒ പി ആണെങ്കിൽ പിറ്റേ ദിവസം സർജറി, അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. എങ്ങനെയായാലും രാത്രിയാവും വീട്ടിലെത്താൻ. അപ്പോൾ ഉച്ചക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കും. വീട്ടിലെ ഫുഡ് അയാൾ കഴിക്കുള്ളൂ. ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു ഡ്രൈവറുണ്ട്. ഈ ഡ്രൈവർ ഫുഡ് കൊണ്ട് വന്ന് തന്നു കഴിഞ്ഞാൽ അയാൾ പോകും. ഡോക്ടർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരും. അത് കഴിഞ്ഞാൽ രാത്രി തിരിച്ച് സ്വന്തം കാറിൽ തന്നെ പോകും. ഈ ഡ്രൈവർക്ക് പിന്നെ അവിടെ വലിയ റോളില്ല. ഡ്രൈവർ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അയാളോട് പോയിക്കോളാൻ പറയും. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഭാര്യ, അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ ഫുഡ് ക്യാൻറ്റീനിൽ നിന്നാണ്. അപ്പോൾ ഇവള് ക്യാൻറ്റീനിൽ വിളിച്ച് ചോദിക്കും, ഡ്രൈവർ വല്ല സ്പെഷ്യൽ എന്തെങ്കിലും മേടിച്ചോ, ബീഫ് എന്തെങ്കിലും മേടിച്ചോ. അതായത് പിസ്കത്തരം. ഈ അധികം പൈസ ബില്ലാവണ്ടാണ്. അത് ക്യാൻറ്റീനിൽ മന്ത്ലിയാണ് പേയ്മെൻറ്റ്. അത്ര ഇതുള്ള സ്ത്രീയാണ്, പിശുക്കുള്ള സ്ത്രീയാണ്. പക്ഷെ ഇവർക്ക് എന്തൊരു സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചത്. ഇവർ ഡോക്ടറൊന്നുമല്ല, അപാര സ്വത്തുകാരിയാണ്. അങ്ങനെ ഈ ഡോക്ടർ കല്യാണം കഴിക്കണത്. അന്ന് ഇയാളത്ര സ്പെഷ്യലിസ്റ്റും ഫേമസ് ഒന്നും ആയിട്ടില്ല. അപ്പം ഇയാളുടെ ജീവിതചര്യ എങ്ങനെയാണ്? ഇന്ന് രാവിലെ കുറച്ച് പേരെ നോക്കി 50 ആളെ അങ്ങനെ എന്തോ ആണ് ടോക്കൺ കൊടുക്കുക. എന്നിട്ടാണ് ഇയാൾ ഹോസ്പിറ്റലിൽ പോണത്. അതായത് പണം പണം പണം, അത് മാത്രമുള്ളൂ ഇയാൾക്ക് ചിന്ത. അപ്പോൾ ഈ സ്ത്രീക്കൊരു 40 വയസ്സ്, ഇയാൾക്കൊരു 45 വയസ്സും, അത്രേ ഉള്ളൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അമിത വികാരമുള്ള പെണ്ണാണ്. ഇയാളാണെങ്കിൽ ഇയാളുടെ സർജറിയും ടെൻഷനും ഹോസ്പിറ്റലിൽ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇയാൾക്ക് ഒന്നിനും ഒഴിവില്ല. ഏത് ഡോക്ടറിൻ്റെ ഭാര്യയായാലും ഈ സാധനം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അവർ പുറമേ നിന്ന് അന്വേഷിക്കും. ഇപ്പോൾ വയസ്സായ അച്ഛനുണ്ട്. അച്ഛനെ നോക്കാൻ ഒരു ഹോം നേഴ്സ് പയ്യനെ ഒരു ഏജൻസി മുഖേന അവിടെ കൊണ്ടുവന്ന് ഈ പയ്യൻ ഞാനായിട്ട് പരിചയമുള്ളത് എൻ്റെ ഒരു ചെറിയൊരു റിലേറ്റീവാണ്. ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഈ പയ്യനൊന്നും അല്ല, ഒരു 25 ഒക്കെ ഉണ്ട്. അപ്പം ഇയാൾ കിടപ്പ് രോഗിയൊന്നുമല്ല. ഇയാൾക്ക് മെഡിസിനൊക്കെ സമയത്തിന് കൊടുക്കണം. ചിലപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ കൈയൊന്ന് പിടിച്ചു കൊടുക്കണം. ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അയാൾ സ്വയം ചെയ്യും. എന്നാലും എല്ലാം നിലത്ത് വീഴാണ്ടൊക്കെ നിൽക്കാനായിട്ടൊരു സപ്പോർട്ട്. അപ്പോൾ നല്ല ഫുഡൊക്കെയാണ് അവിടെ, അതൊക്കെ ഇവന് കൊടുക്കും. അങ്ങനെ ഇവന് ഈ പിസ്കി പെണ്ണ്, അതായത് ഡ്രൈവർ ക്യാൻറ്റീനിൽ നിന്ന് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടെന്ന് വാച്ച് ചെയ്യണ ഇവന് ടിപ്പൊക്കെ കൊടുക്കും. ഇടയ്ക്ക് വോഡ്ക വാങ്ങാൻ ബിവറേജിൽ വിടും, ആരോടും പറയരുതെന്ന് പറയും. പിന്നെ ഇവനോട് രസം ചോദിച്ചു, നിനക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഈ സാധനം കൊണ്ടിരിക്കണ ഇവർക്ക് അടിക്കാനാണ്. ഇവർ ചിലപ്പോൾ ലേശം അടിക്കും വോഡ്ക. ഡോക്ടർ അങ്ങനെ കുടിക്കില്ല, കാരണം അയാൾക്കത് ശീലമില്ല. എപ്പോഴെങ്കിലും വല്ല ഒക്കേഷനിലേക്ക് അയാൾ അടിക്കുള്ളൂ. പക്ഷെ ഇവർ പകൽ ചിലപ്പോൾ 2 വീശും. സെക്സിൽ അമിത താല്പര്യം. അങ്ങനെ ഇവനെ കൊണ്ടിരിക്കും, പൈസ കൊടുക്കും. പിന്നെ മുകളിൽ ഇവരുടെ റൂമൊക്കെ വിളിക്കും. വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ച്, നിനക്ക് സെക്സിൽ താല്പര്യമുണ്ടോ?
നിനക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ പറഞ്ഞ അവന് പെങ്ങന്മാരുണ്ട്, അവരുടെ കല്യാണം ഒന്നും കഴിയാണ്ട് എൻ്റെ കാര്യം രക്ഷയില്ല, സെക്സിൽ താല്പര്യമൊക്കെ ഉണ്ട് പറഞ്ഞു. എന്നാൽ വാതിലാണ്ട് നടക്കാൻ പറഞ്ഞു. അന്ന് പക്ഷെ ഇവർ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ചുണ്ടിൽ കിസ് ചെയ്യാൻ അനുവദിക്കില്ല, നിരോധ് യൂസ് ചെയ്യണം. അതായത് ഡോക്ടറുടെ ഭാര്യയല്ലേ, അതിനനുസരിച്ചുള്ളൊരു സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ. പക്ഷേ ടങ്ക് ഉപയോഗിച്ച് ചെയ്തു കൊടുക്കണം, അതാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് രണ്ടെണ്ണം കീറി കഴിഞ്ഞാൽ കിടന്നു കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇൻ്റർ കോഴ്സ് ചെയ്യാനായിട്ട് വെക്കാൻ സമ്മതിക്കുള്ളൂ. അവർക്ക് ഇഷ്ടം ഇതാണ്. പിന്നെ താല്പര്യമില്ലായിരിക്കല്ല, ഇവൻ്റെ സാധനം അത്യാവശ്യം ഉണ്ട്, അപ്പം ഇടയ്ക്ക് അതിന് സമ്മതിക്കും. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഇതാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യമുണ്ട്. അയാൾ ഒരു കാരണവശാലായിട്ട് വരില്ല പകൽ, ഉറപ്പാണ്. പിന്നെ വന്നാൽ തന്നെ ഗേറ്റ് ഉള്ളിൽ നിന്ന് ലോക്കിടാണ്. അയാൾ ഇൻഫോം ചെയ്യാണ്ട് വരും, വന്നിട്ട് കാര്യമില്ല, ഉള്ളിൽ നിന്ന് തുറക്കണം. അല്ലാണ്ട് അയാളുടെ കാർ അതിൻ്റെ ഉള്ളിൽ കയറൂല. എല്ലാം കൊണ്ട് സേഫ്റ്റിയാണ്. അവനവിടെ സുഖമായിട്ട് ജീവിച്ച് കുറേ നാൾ ഒരുപാട് പൈസ അവന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ പിസ്കിയാണ് ആ സ്ത്രീ. അപ്പം സെക്സിൻ്റെ കാര്യത്തിൽ പെണ്ണുങ്ങളും പൈസ ചിലവാക്കും. മറ്റെന്തിന് പിസ്കിയാലും ഇതിന് പിസ്കാണ്ട് പിസ്കൂല. എത്ര കാലം ഈ വലിയ വലിയ വീട്ടിലൊക്കെ ഇതിൻ്റെ അപ്പുറവും നടക്കും. നമസ്കാരം.